യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രലോഗ് ഇങ്ങനെയാണ്. അതിൻ്റെ ആദ്യം പറയുന്നത് എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ഹിന്ദിയിൽ ഇങ്ങനെയാണ്, ആദിമേം ശബ്ദ ഥാ. കണ്ടോ, വചനം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതപ്പെട്ട വചനം പോലെയല്ലേ? എഴുതപ്പെട്ട വചനമായിട്ടല്ല വചനം ആദ്യം ഉണ്ടായത്. എങ്ങനെയാണ് ഉണ്ടായത്? ശബ്ദമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ അച്ഛൻ വചനം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രഘോഷിക്കുക, ശബ്ദമായിട്ട് നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. आदिमें शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना। उसमें जीवन था, उस जीवन इंसान का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका। समझ में आया? ആദിയിൽ ശബ്ദമുണ്ടായി. ആ ശബ്ദം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ ശബ്ദം ദൈവം തന്നെയായിരുന്നു. ആ ശബ്ദം ദൈവം തന്നെയായിരുന്നു. സകലതും അവനിലൂടെ, ആ ശബ്ദത്തിലൂടെ ഉണ്ടായത്. സകലതും. ആ ശബ്ദത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ശബ്ദത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശം ഇരുളിനെ കീഴടക്കി. ഇതാണ് ആ പ്രകാശം. നമ്മുടെ ആത്മാവിൽ സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. അപ്പം അതുകൊണ്ട് 5 ദിവസവും നമ്മളിവിടെ ഓരോ വചനം പറയുമ്പോൾ, കാര്യം നമ്മൾ പ്രായമായ ആൾക്കാരാണെങ്കിലും ഒരു കിൻഡർ ഗാർഡനിലിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ഉച്ചത്തിൽ അത് ഏറ്റു പറയുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ചെന്ന് അവിടെ എഴുതപ്പെടുകയും ആലേഖനം ചെയ്യപ്പെടുകയും വിശ്വാസം അതിശക്തമായി നമ്മളുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മളൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല. വചനം ഈശോ പറഞ്ഞു, കൃഷിക്കാരൻ വിത്ത് വിതച്ചു. അത് കഴിഞ്ഞ് അയാൾ പോയി കിടന്നുറങ്ങി. അയാൾ ഉറങ്ങി ഇല്ലേ? നമുക്ക് നാട്ടിൻപുറത്തൊക്കെ അറിയാം. അയാൾ വിത്ത് വിതച്ചു. വിതച്ച ആൾ ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്ത് മുളച്ച് വലുതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന പോലെ ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന വചനം, വിതച്ച ആളോ നമ്മളോ അറിയാതെ തന്നെ ഈ വചനങ്ങൾ ഉള്ളിൽ മുളച്ച് വളർന്ന് വലുതായി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വിസ്മയനീയമായിട്ട് നമ്മളുടെ ആത്മാവിലേക്ക് പ്രസരിപ്പിക്കും. ഓക്കെ, അപ്പോൾ ആമുഖത്തിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗം നമ്മൾ എത്ര മണിക്കാണാവോ നിർത്തണ്ടേ? ബിനോയ് അച്ഛ